ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാൻ എന്റെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ഒരുപാട് ആലോചിച്ചതിന് ശേഷമേ എടുക്കൂ. ഇതൊരു വലിയ തിരുത്ത, സിതാരയുടെ ജീവിതത്തിലെ വലിയൊരു തിരുത്ത്. ഈ കഠിന പൂജകളൊക്കെ നടത്തുന്നത് കളരിക്കൽ കുടുംബത്തിന്റെ കാലങ്ങളായുള്ള ശാപങ്ങൾ മാറാൻ വേണ്ടിയാ. എന്ത് ശാപം? കളരിക്കൽ കുടുംബത്തിന് ഇത്ര കഠിനമായി എന്ത് ശാപമാണുള്ളത്? അത് എന്തൊക്കെ പരീക്ഷണങ്ങളാ ഈശ്വര. നാഗദൈവങ്ങൾ നിവേദ്യം നിഷേധിച്ചിരിക്കുന്നു. ഇത് വരാൻ പോകുന്ന കൊടിയ ആപത്തിന്റെ സൂചന, സംശയമില്ല. തിരുമേനി, നടന്ന കാര്യങ്ങൾ കാരണവന്മാരെ അറിയിച്ചേക്കൂ. അപകടം ചെറുതല്ല. എന്തുപറ്റി മാം? ഉറങ്ങാൻ പോയതാണല്ലോ കുറച്ചു മുന്നേ. എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല സിനി. മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. മാം, ഒരാളെ കൊല്ലാൻ തീരുമാനിക്കാന്ന് പറഞ്ഞാല് അതെത്ര വലിയ ക്രൂരതയാണ്. എന്നിട്ടും ഒരു ദിവസത്തെ തോന്നലിന് ഞാനത് ചെയ്തു. അവള് കൃഷ്ണ ഒരു പാവം പെൺകുട്ടിയാ. അവക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവള് മരിക്കാൻ പാടില്ല. സർപ്പബലി നടത്താൻ പാടില്ല എന്ന് ഞാൻ കളരിക്കൽക്കാരോട് പറയും. സർപ്പബലി നടന്ന് അവിടെ വെച്ച് കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആ കുറ്റബോധം ഒരു കാലത്തും എനിക്ക് മറികടക്കാനാവില്ല. പക്ഷെ മാം, അങ്ങനെ ഒരു തീരുമാനം എടുത്താലും ഗാഥ മാഡം സ്വീകരിക്കൂ? ആദ്യം കൃഷ്ണയുടെ ജീവനാണ് രക്ഷിക്കേണ്ടത്. സർപ്പബലി കഴിഞ്ഞ് കളരിക്കൽക്കാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. ഗാഥ സങ്കടപ്പെടും, ബഹളം ഉണ്ടാക്കും, കരയും. പക്ഷെ കുറെ കാലം കഴിയുമ്പോ അവൾ പതുക്കെ നവീനെ മറന്നു തുടങ്ങും. അന്ന് നവീനെക്കാട്ടിലും നല്ലൊരു പയ്യനെ ഞാൻ അവക്ക് വേണ്ടി കണ്ടെത്തും. ശാപദോഷങ്ങൾ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മോക്ക് വേണ്ടി ഞാനൊരു വരനെ കണ്ടെത്തും. ആരുടെയും കണ്ണീര് വീഴരുത്, ആരും ശപിക്കരുത്. അത് മതി. ആ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കാൻ പോലും നമ്മൾ തയ്യാറായില്ല. അതിന്റെ ഫലമായത്. സിനി, ഇനി ഞാൻ എന്റെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ഒരുപാട് ആലോചിച്ചതിന് ശേഷമേ എടുക്കൂ. ഇതൊരു വലിയ തിരുത്ത, സിതാരയുടെ ജീവിതത്തിലെ വലിയൊരു തിരുത്ത്. നാളെ തന്നെ കൃഷ്ണയെ വിളിക്കാം. കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവളോട് തിരികെ പോകാൻ പറയാം. എല്ലാം അവസാനിച്ചു, എല്ലാം. മുത്തശ്ശി, മുത്തശ്ശി, നമുക്കൊന്നിച്ചൊരിടത്ത് പോകാനുണ്ട്. മുത്തശ്ശി പെട്ടെന്നൊന്ന് റെഡിയാവും. എങ്ങോട്ടാ? എന്റെ കൂടെയല്ലേ, അപ്പൊ പിന്നെ എവിടേക്കാണെന്ന് അറിയുന്നതിന്. എന്താമ്മേ? മോന്റെ കൂടെ എവിടേക്കോ ഒന്ന് ചെല്ലണോന്ന് പറഞ്ഞു. എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. എന്താ നവീൻ, മുത്തശ്ശി കൊണ്ട് നീ എവിടേക്കാ പോന്നേ? ഓരോരുത്തരായിട്ട് വന്ന് ചോദിച്ചോണ്ടിരുന്ന അതിന് മറുപടി തരാനുള്ള സമയം എനിക്കില്ല. പെട്ടെന്ന് ഇറങ്ങിയേ പറ്റൂ. മുത്തശ്ശി റെഡിയാവുന്നുണ്ടോ? എന്ത് പറ്റി നിനക്ക്?
എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനത്ര ടെൻഷൻ? ഞാൻ മുത്തശ്ശി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ലാതെ നോക്കാനായിട്ട് എനിക്കറിയാം. ഞാൻ റെഡിയാകുമ്പോ മുത്തശ്ശി വേഗാവട്ടെ. എന്താ മേ കാര്യം? അറിയില്ല, അവനെന്തോ നല്ല ദേഷ്യമുള്ളതുപോലെ തോന്നുന്നില്ലേ? ഉണ്ട്. ഇന്നലത്തെ കാര്യങ്ങളൊന്നും അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നാ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യാത്ര എവിടേക്കായിരിക്കും? അമ്മേ, നവീന്റെ മുമ്പത്തെ സ്വഭാവം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കയറിയ പിന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റമായിരിക്കും. വിവാഹത്തിന് ശേഷം അവൻ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്ക് ആ മനസ്സൊന്ന് മാറിയാ പിന്നെ എല്ലാം അവസാനിക്കാറായിരിക്കുന്നു. അപകടങ്ങളെക്കുറിച്ച് പേടിയുണ്ടെങ്കിലും അതിനെല്ലാറ്റിനും അപ്പുറത്തൊരു ശുഭപ്രതീക്ഷയും ഉണ്ട്. അതിനെല്ലാം തടസ്സം വരുവോ? എന്തായാലും അമ്മ റെഡിയാവാൻ നോക്ക്. അവനെ മുഷിപ്പിക്കണ്ട. ശരി, അവന്റെ മനസ്സില് ദൈവം നല്ലത് തോന്നിപ്പിക്കട്ടെ. മാണിക്കുഞ്ഞെ, നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛാ. എവിടേക്കോ പോണോന്ന് പറഞ്ഞു. എന്തു പറ്റി അച്ഛാ? ദൂരയാത്രയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? സത്യം പറഞ്ഞ ഞാൻ അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല. നമീൻ സാറ് വണ്ടി എടുക്കാൻ പറഞ്ഞ വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, അച്ഛന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? ഏയ്, ഒന്നുമില്ല. ഇറങ്ങാം മുത്തശ്ശി. ശരി മോനെ, എവിടേക്കാ നമ്മൾ പോന്നേന്ന് ഒന്ന് പറഞ്ഞുകൂടെ? മുത്തശ്ശിക്ക് എന്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്റെ കൂടെ യാത്ര ചെയ്താൽ എന്തെങ്കിലും ആപത്തുണ്ടാവുന്നുള്ള പേടിയുണ്ടോ? നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? അങ്ങനെയൊക്കെ മുത്തശ്ശി കരുതുവോ? എങ്കിൽ പിന്നെ ഞാൻ വിളിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഇത്ര സംശയിക്കുന്നതിന്? മുത്തശ്ശി വാ.